ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പം ഐ എം ആൻസറബിൾ ടു എവ്രി വൺ. സോ ക്രിറ്റിസിസം ഇറ്റ്സ് ഫൈൻ. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ എന്തൊക്കെ വിവാദങ്ങൾ, ഏറ്റവും കൂടുതൽ ചിരിച്ചു തള്ളേണ്ടി വന്ന ഒരു വിവാദം എന്തായിരുന്നു? പാലായിൽ ബീഫ് നിരോധിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്സ് ഞാൻ എടുത്തു കഴിഞ്ഞു. 21 വയസ്സുള്ള പെൺകുട്ടിയുടെ എന്ത് ചെയ്യാനാണ് എന്ന ചോദ്യം കേൾക്കേണ്ടി വരുന്നുണ്ട്. ഓഫ് കോഴ്സ് കേൾക്കേണ്ടി വരില്ല. ബിക്കോസ് ആൻഡ് ഒരു ഐ തിങ്ക് ഒരു മേജർ ഇഷ്യൂ ആയിട്ട് പിന്നെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. ഒരു ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന എക്സ് മേയറുമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ജെൻസി ആയ ചെയർപേഴ്സൺ ജെൻസികൾക്ക് വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഐ തിങ്ക് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ, ഇന്ത്യയിൽ നടക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാല ആർക്കൊപ്പമായിരിക്കും? പേഴ്സണലി ആൻഡ് ഇപ്പം എൻ്റെ ഒരു ആഗ്രഹവും UDF തന്നെ ജയിക്കുമെന്നാണ്. നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഇന്ത്യ ആകെ ചർച്ചയായ ഒരു മിടുക്കി പെൺകുട്ടിയാണ്. പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായ ദിയ ബിനുവാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഒരു മാസത്തോളമുള്ള പ്രവർത്തനങ്ങൾ, എങ്ങനെ പോകുന്നു? നല്ലൊരു തുടക്കമായിരുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഫാർ സോ ഗുഡ്. കുഴപ്പമില്ലാണ്ട് പോകുന്നു. അതെ, ദിയെ സംബന്ധിച്ച് സ്കൂൾ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം, കോളേജിലാണെങ്കിലും കേരളത്തിന് പുറത്താണ് പഠിച്ചത്, വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ അപക്വതയുണ്ടെന്ന് പലരും പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈ പദവിയിലിരിക്കുമ്പോൾ നേരിടുന്നുണ്ടോ? സ്കൂളിൽ ഞാൻ പ്രീഫെക്റ്റും ക്ലാസ് ടീച്ചറും ക്യാപ്റ്റനും അങ്ങനെയൊക്കെ ആയിരുന്നു. +1 +2 കോവിഡ് ആയിരുന്നു. പിന്നെ ഞാൻ പഠിച്ച കോളേജിൽ ക്യാമ്പസ് പൊളിറ്റിക്സ് ഇല്ലായിരുന്നു. സോ അങ്ങനെ ഒരു കാര്യത്തിൽ മേ ബി എനിക്കൊരു ആക്റ്റീവ് പൊളിറ്റിക്സ് ഇല്ല. പിന്നെ എൻ്റെ ഫാദർ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് കള്ളംകൊണ്ട് ഒക്കെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഹി വാസ് എൻ ആക്റ്റീവ് പൊളിറ്റിക്സ്. ആ ഒരു ഇതെനിക്കില്ല. ബട്ട് പൊളിറ്റിക്സ് വാസ് സംതിങ് ദാറ്റ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് മീ. പൊളിറ്റിക്സ് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു. ബട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുന്നു. അതെ. അപ്പോൾ ചെറുപ്പത്തിൽ മുതൽ വീട്ടിൽ നിന്ന് കേട്ട രാഷ്ട്രീയം, വീട്ടിൽ നിന്നാണോ രാഷ്ട്രീയം പഠിച്ചത്, കേരള പൊളിറ്റിക്സ് പഠിച്ചത്? കേരള പൊളിറ്റിക്സ് പഠിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ, എനിക്ക് 1 വയസ്സുള്ളപ്പോൾ അച്ഛൻ കൗൺസിലർ ആയതാണ്. സോ ഞാൻ കണ്ടോ വീട്ടിൽ ആൾക്കാർ വരുന്ന, അല്ലെങ്കിൽ ഞാനും വാർഡ് സഭ കൂടുമ്പോൾ പോവും, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേക്ക് കൊടി ഉയർത്താൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ പോകും. സോ അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ വാട്ട് ഐ ബിലീവ്ഡ് ഓൾവേസ് വാസ്, എനിക്കൊരിക്കലും ഇന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്നെയോ എൻ്റെ അനിയത്തിനും ഒരിക്കലും അടിച്ചമർത്തിയിട്ടില്ല എൻ്റെ പേരൻസ്. ജെൻസി അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ എപ്പോഴും പൊളിറ്റിക്കൽ ആയിരിക്കില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടാവണം, നാട്ടിലെന്തെങ്കിലും കാര്യം അത് അറിയണം, മനസ്സിലാക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഐ ഓൾവേസ് കെപ്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതെ. അപ്പോൾ ഈ ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യമുണ്ടായ ഫീലിംഗ് എന്തായിരുന്നു? ആദ്യം ഐ വാസ് സോ ഷോക്ക്ഡ് ബിക്കോസ് ഐ ഡിഡ് നോട്ട് സീ ദാറ്റ് കമ്മിങ്. ഞാൻ വളരെ ഒരു ഓർഡിനറി ലൈഫ് ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഐ വാസ് ലൈക്ക് ഓക്കെ. അപ്പോൾ ഐ ഹാഡ് സോ മെനി കൺസേൺസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. അപ്പം അച്ഛനോട് പറഞ്ഞു ഓക്കെ യു ക്യാൻ തിങ്ക് അബൌട്ട് ഒരു 1 hour ടൈം ഉണ്ട്. പക്ഷേ എന്നോട് പറഞ്ഞു 1 hour വാട്ട് എവർ ഡിസിഷൻ യു മേക്ക് അതൊരു റിഗ്രറ്റ് ഫ്രീ ഡിസിഷൻ ആയിരിക്കണം. ബിക്കോസ് നാളെ അത് മാറ്റി പറയാം, അല്ലെങ്കിൽ നാളെ അയ്യോ വേണമായിരുന്നു അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്ത് ചോയ്സ് ആണെങ്കിലും യുർ ഗോണ മേക്ക് എ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു അഡ്വൈസ് തന്നിരുന്നു. പിന്നെ ഞാനായിട്ടും പിന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ടും ഒക്കെ ആലോചിച്ച് എനിക്ക് നല്ലൊരു തീരുമാനമാണെന്ന്, ഞാൻ റൈറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു തീരുമാനമാണ് എടുത്തത്. 21 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് കറങ്ങിയൊക്കെ നടക്കേണ്ട പ്രായത്തിൽ ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റിയിലിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ജോലി ചെയ്യാൻ? ബുദ്ധിമുട്ടില്ല. ബിക്കോസ് 21 വയസ്സിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിലും, ഐ മീൻ ഒരു ഓഫീസ് ജോബ് ആയിരുന്നെങ്കിലും സെയിം റെസ്പോൺസിബിലിറ്റി, സെയിം ഡ്യൂട്ടീസ്, സെയിം ഹെക്ടിക് സ്കെഡ്യൂൾ ആയിരുന്നിരിക്കാം. ഇപ്പോൾ ദിസ് ഈസ് സംതിങ് ഐ ലവ് ദാറ്റ് ഐ എം ഗെറ്റിംഗ് ടു ഡു. ഒരു സർവീസ് ആയിട്ട് പബ്ലിക്കിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഐ കൺസിഡർ ഇറ്റ് ആസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഈ ഒരു 2 വർഷം ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്ന് കിട്ടാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് സംതിങ് ഹ്യൂജ്. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് എക്സ്പീരിയൻസ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ പീപ്പിൾ ദാറ്റ് വോട്ടഡ് ഫോർ മീ. സോ ഫാർ ഒരു നല്ലൊരു സന്തോഷത്തോടെയാണ് ഈ ജോലി ചെയ്യുന്നത്. അതെ. അപ്പോൾ പാലാ നഗരസഭയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ലൈക്ക് നമ്മൾക്ക് നമ്മുടെ ബേസിക് അമ്യൂണിറ്റീസ് നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ള അടിസ്ഥാനപരമായ പ്രോബ്ലംസ് ഉണ്ട്.
അപ്പോൾ ഫണ്ട് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ആയിട്ടുള്ള ബേസിക് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ബേസിക് ഇഷ്യൂസ് തന്നെയാണല്ലോ നമ്മളെ മുന്നോട്ട് വളരാൻ സഹായിക്കാത്തതും. അത് വളരെ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും എമർജൻ്റ് ആയിട്ട് അത് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതെ. അപ്പോൾ ഈ ഫണ്ട് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരക്കെ ഉണ്ടാവുന്ന പല ആക്ഷേപങ്ങളും ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് പുതിയ നഗരസഭാ ചെയർപേഴ്സൺ വരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെടുന്ന ആവശ്യം അല്ലെങ്കിൽ പ്രശ്നം എന്താണ് ഇവിടെ? പല രീതികളിലുള്ള പ്രശ്നമുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഒരാളിപ്പം പല വാർഡുകളിലും താമസിക്കുന്നവർക്ക് അവർ ഫേസ് ചെയ്യുന്നതായിട്ട് ഇഷ്യൂസ് ഉണ്ട്. കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് മേ ബി ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയം, ഇങ്ങനത്തെ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ കൂടുതൽ പ്രശ്നം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത് ആദ്യം ആ കാര്യങ്ങൾക്ക് തന്നെയായിരിക്കും. പിന്നെ നമ്മൾക്ക് മുനിസിപ്പാലിറ്റീസിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഇത് വരേണ്ടത് PWDക്ക് ആയിരിക്കും. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ലെറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഫണ്ട് ഇഷ്യൂസ് ആയിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ്. പക്ഷേ ഞങ്ങൾ ബേസിക് ആയിട്ട് ഇപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഈ ഒരു വിഭാഗം ആൾക്കാരെല്ലാം ദിയെ അഭിനന്ദിക്കുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പുച്ഛിക്കാറുണ്ടോ? എന്തുകൊണ്ട് 21 വയസ്സുള്ള പെൺകുട്ടി ഇവിടെ എന്ത് ചെയ്യാനാണ് എന്ന ചോദ്യം കേൾക്കേണ്ടി വരുന്നുണ്ടോ? ഓഫ് കോഴ്സ് കേൾക്കേണ്ടി വരുമല്ലോ. ബിക്കോസ് ആൻഡ് ഒരു ഐ തിങ്ക് ഒരു മേജർ ഇഷ്യൂ ആയിട്ട് പിന്നെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. ഒരു ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന എക്സ്-മേയറുമായിട്ടുള്ള കമ്പാരിസണാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഞാൻ ആ ഇഷ്യൂവിനെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, മേ ബി അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഫെയിലിയർ എവിടെ നടന്നാലും അത് ജസ്റ്റ് വൺ ഫാക്ടർ എടുത്ത്, ഇപ്പോൾ ഏജ് എന്നുള്ള ജസ്റ്റ് വൺ ഫാക്ടർ എടുത്ത് നമ്മളതിനെ അതേ സെയിം തിങ് പറയാമോ? ബിക്കോസ് അവിടെ ഒരു കാര്യം ഫെയിൽ ആണെങ്കിൽ പല ഫാക്ടേഴ്സ് കാണുമായിരിക്കാം. പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺസ് കാണുമായിരിക്കും, അല്ലെങ്കിൽ വ്യക്തിപരമായ റീസൺസ് കാണും, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള പല പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ വേറൊരു സിമിലർ സാഹചര്യം എടുത്തിട്ട് ഏജ് എന്നുള്ള ഓൺലി വൺ ഫാക്ടർ കൺസിഡർ ചെയ്ത് നമ്മൾ പ്രിജുഡൈസ് ആയിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പം അപ്പോൾ തന്നെ ആ ഒരു ഡിസിഷൻ ഒരു ചെറുതായിട്ട് ഫോൾട്ടി ആണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ബട്ട് ഓഫ് കോഴ്സ് ഐ എം ഓൾവേസ് ഓപ്പൺ ടു ക്രിറ്റിസിസം. ബിക്കോസ് ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പം ഐ എം ആൻസറബിൾ ടു എവ്രി വൺ. സോ ക്രിറ്റിസിസം ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ എന്തൊക്കെ വിവാദങ്ങൾ, ഏറ്റവും കൂടുതൽ ചിരിച്ചു തള്ളേണ്ടി വന്ന ഒരു വിവാദം എന്തായിരുന്നു? ചിരിച്ചു തള്ളേണ്ടി വന്ന കുറേ വിവാദങ്ങളുണ്ട്. യൂഷ്വലി ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ കമൻസ് വായിക്കാൻ പോകാറില്ല. ബട്ട് ഒരു കമൻറ്റ് എൻ്റെ ഫ്രണ്ട് നോട്ട് ചെയ്ത് ഞാൻ തന്നത്, ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഞാൻ പാലായിൽ ബീഫ് നിരോധിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്സ് ഞാൻ എടുത്തു കഴിഞ്ഞു. ബിക്കോസ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അപ്പം ഞാൻ ബീഫ് നിരോധിക്കാൻ പോവാണെന്നുള്ളത്. ബീഫ് കഴിക്കാറുണ്ടോ? ഞാൻ ബീഫ്, പോർക്ക്, മട്ടൺ, ഞാൻ ബേസിക്കലി ഒരു പാലക്കാരിയാണ്. ഞാൻ എല്ലാ സാധനവും കഴിക്കുന്നത്. ഞങ്ങൾ പാലക്കാരാണ്. മാത്രമല്ല എൻ്റെ അമ്മ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ആ ഒരു ഫാക്ടർ ആൾക്കാർക്ക് അറിയില്ല. സോ ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ നിർത്തിച്ച അമ്മ കഷ്ടപ്പാടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും പിന്നെ പാലാന്ന് പറഞ്ഞാൽ അത്ര മതേതരത്വമായിട്ട് ഞങ്ങൾ എന്താ പറയുക, ജൂബിലി ആണേലും ക്രിസ്മസ് ആണേലും ഓണം ആണേലും എല്ലാം ഒരേപോലെ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനത്തെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ചേച്ചി പറഞ്ഞല്ലേ ഒത്തിരി ഐ ലാഫ്ഡ് ഇറ്റ് ഓഫ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് വാസ് ദി മോസ്റ്റ് വിസാർ വൺ. അതെ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജെൻസി ആയ ചെയർപേഴ്സൺ ജെൻസികൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ജെൻസികൾക്ക് വേണ്ടി ചെയ്യാൻ കുറേ കാര്യമുണ്ട്. നമ്മൾ ഐ തിങ്ക് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ, ഇന്ത്യയിൽ നടക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതുകൊണ്ടാണ് അവർ എബ്രോഡ് പോകുന്നത്. കാരണം നമ്മൾക്ക് അവരുടെ സ്കിൽ സെറ്റിന് മാച്ച് ചെയ്യുന്ന സാലറി കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫ് ക്വാളിറ്റി നമ്മൾക്ക് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ ഒരു മുനിസിപ്പാലിറ്റി നിലയിൽ ഞങ്ങൾക്ക് അതിന് പരിമിതികൾ കാണാം. വ്യവസായങ്ങളായിട്ട് കൈകോർത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് കുറച്ചുകൂടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഐ തിങ്ക് ദേ ക്യാൻ ഡു മോർ അബൌട്ട് ഇറ്റ്. പിന്നെ ഐ തിങ്ക് സേഫ്റ്റി, സെക്യൂരിറ്റി, അങ്ങനത്തെ കുറച്ച് ഏരിയ, അല്ലെങ്കിൽ ഒരു ബേസിക്കലി ലൈഫ് അമ്യൂണിറ്റീസ് സെറ്റായാൽ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ആവുമെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ദിയയ്ക്ക് എപ്പോഴെങ്കിലും പുറത്ത് UK-ലോ കാനഡയിലോ US-ലോ ഒക്കെ പോയി സെറ്റിൽ ആകണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇന്നേ വരെ ഇല്ല. ഞാൻ കുഞ്ഞിലേ തൊട്ടേ ഈ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ ഈ ക്രിക്കറ്റ് കണ്ട് വളർന്നുകൊണ്ട് ഭയങ്കര നാഷണലിസം സ്പിരിറ്റ് ഉള്ള ആളാണ്. അപ്പം
അപ്പൊ എനിക്ക് സ്വന്തം നാട് ഇവിടെ ഇവിടെ ജോലി ചെയ്യണം, ഇവിടെ വർക്ക് ചെയ്യണം, ഇന്ത്യയുടെ GDP ആയിട്ട് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെയാണ്. പിന്നെ എക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. സോ അങ്ങനെ കുറേ കൂടെ നമ്മൾ പഠിക്കുമ്പം എനിക്ക് പേഴ്സണലി ഇന്ത്യയായിട്ട് എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് ഐ എം നോട്ട് ബ്ലെയിമിങ്, ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് വൈ ദി ചൂസ് ടു ഗോ അബ്രോഡ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇവിടെ നിൽക്കാനായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. അതെ, അപ്പോൾ ഭാവിയിൽ ഒരു MLA ആയി ഒരു മന്ത്രിയായൊക്കെ ദിയയെ കാണുമോ, അതോ ഈ 2 വർഷം കഴിയുമ്പോൾ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ? 5 വർഷത്തേക്ക് ഞാൻ എന്തായാലും കൗൺസിലറാണ്. 5 വർഷം ഞാൻ എന്തായാലും ഇവിടെ തന്നെ കാണും. അത് കഴിഞ്ഞിട്ടുള്ളൊരു എന്നോട് 5 years മുമ്പ് നിങ്ങൾ ചെയർപേഴ്സൺ ആയിട്ട് ഇവിടെ കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ ഐ വിൽ സേ നോ. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ലൈഫ് പല രീതികളിലാണ് നമ്മൾ എടുക്കുന്നത്. സോ 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല. 5 വർഷം കഴിഞ്ഞൊരു നല്ല കൗൺസിലറായിട്ട് തന്നെ ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതെ, അപ്പോൾ സത്യപ്രതിജ്ഞാ ദിവസം വാണി സി കാപ്പൻ സാർ ഇങ്ങനെ സ്നേഹത്തോടെ അടുത്ത് നിൽക്കുന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള ബന്ധം? അങ്കിളായി അദ്ദേഹമായിട്ട് ഒരു എന്താ പേഴ്സണൽ ബന്ധമുണ്ട്. ഈ ഒരു ആസ് എ പൊളിറ്റിക്കൽ ലീഡർ എന്നതിലുപരി എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. എസ്പെഷ്യലി ഡാഡ് പൊളിറ്റിക്സിലുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാരായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളാണ്. അപ്പം ഒത്തിരി സന്തോഷം അവരൊക്കെ ആയിട്ട് അവരുടെ ഒപ്പം നിന്നൊരു സ്റ്റേജ് പങ്കിടാൻ അല്ലെങ്കിൽ ഒരു വേദി പങ്കിടാൻ കഴിയുന്നത് എപ്പോഴും സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഇനോഗ്രേഷന് പോകുമ്പോഴാണേലും അങ്കിൾ അവിടെ ഉള്ളപ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. ഇവരൊക്കെ ഈ പൊളിറ്റിക്സിൽ കാണുന്ന പോലെ ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്ന ആൾക്കാരല്ല, ഫൺ പീപ്പിൾ ആണല്ലേ? മാനസികാപനങ്ങൾ ഒരിക്കലും ബലം പിടിച്ചിരിക്കുന്ന ആളല്ലേ. ഓൾവേസ് എ വെരി പോസിറ്റീവ്. ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. റിയലി ഫൺ പേഴ്സൺ. ഹീസ് എ റിയലി ഫൺ പേഴ്സൺ. ഒരിക്കലും ഒരു അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു എപ്പോഴും ഈസ് എ വെരി അപ്രോച്ചബിൾ പേഴ്സൺ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾക്ക് നേരെ ചെന്നല്ലാണ്ട് ഒരു പൊളിറ്റീഷ്യൻ ആണെന്നുള്ളൊരു പവർ ഡിഫറൻസ് നമ്മൾ ഒരിക്കലും അദ്ദേഹമായിട്ട് തോന്നില്ല. അതെ, അപ്പോൾ കുടുംബത്തിൽ പുളിക്കക്കണ്ടം ഫാമിലിയിൽ പല മുന്നണികൾക്കൊപ്പവും മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPക്കൊപ്പവും അതുപോലെ തന്നെ ഇടത് വലതുപക്ഷങ്ങൾക്കൊപ്പവും എല്ലാം നിന്നിട്ടുണ്ട്, മത്സര രംഗത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിനുണ്ടായിരിക്കുന്ന ഒരു നിലപാടുണ്ടാകുമല്ലോ. കുടുംബത്തിനുള്ളിൽ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഓരോ കാലഘട്ടങ്ങളിലും? കുടുംബത്തിൽ ഞാൻ പറയില്ലേ, പൊളിറ്റിക്സ് ഇന്നവരെ അച്ഛനോ എൻ്റെ ഗ്രാൻഡ് ഫാദർ പൊളിറ്റിക്സിലായിരുന്നു. ഇവരാരും ഒരിക്കലും ഇത് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ആൾക്കാരല്ല. അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം അവർക്കുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ ബിലീവ്സ് ഉണ്ട്. ഞാൻ എസ്പെഷ്യലി ഒരു ജെൻസി ആയതുകൊണ്ട് മൈ വ്യൂസ് ആർ കുറേ കൂടെ പ്രോഗ്രസീവ് ആൻഡ് ലിബറൽ ദാൻ മൈ ആൻസിസ്റ്റേഴ്സ്. അല്ലെങ്കിൽ നമ്മുടെ ജനറേഷന് ഉറപ്പായിട്ടും കുറച്ചും കൂടെ ഇങ്ങനത്തെ ചിന്താഗതിയായിരിക്കും. അപ്പോൾ യുനോ എനിക്ക് അങ്ങനെ ഇതുവരെ ഇങ്ങനൊരു മാറ്റം തോന്നിയിട്ടില്ല. ഇറ്റ്സ് അവർ ഹോം. അതിനകത്ത് പിന്നെ ഒത്തിരിയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിയമസഭയൊന്നുമല്ലേ. അതെ, അപ്പോൾ ദിയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനൊപ്പം പ്രവർത്തിക്കുന്നതാണോ കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? ഞങ്ങളുടെ വ്യൂസ് കൂടുതലായിട്ട് അലൈൻ ചെയ്തത് വന്നത് UDF ആയതുകൊണ്ടാണ്. ഞങ്ങൾ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് ആയിട്ട് നിന്നിട്ട് ഞങ്ങൾ UDFനോട് അലൈൻമെന്റ് കൊടുക്കുന്നത്. സോ ഐ തിങ്ക് ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇറ്റ്സെൽഫ്. അതെ, അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാല ആർക്കൊപ്പമായിരിക്കും? പേഴ്സണലി ആൻഡ് ഇപ്പം എൻ്റെ ഒരു ആഗ്രഹവും UDF തന്നെ ജയിക്കുമെന്നാണ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. പിന്നെ നമ്മൾക്ക് എസ്പെഷ്യലി ഇപ്പോൾ കാണുന്ന ഒരു ഭരണവിരുദ്ധ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. എല്ലാം കണക്കിലെടുത്ത് എൻ്റെ ആഗ്രഹവും UDF ജയിക്കണമെന്നാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ദ ഗവൺമെൻറ് വിൽ ഷിഫ്റ്റ്. അതെ, അപ്പോൾ ഇന്ന് ശ്രീ ഷോൺ ജോർജുമായി സംസാരിക്കുമ്പോൾ പാലായിൽ വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പാലായിൽ ശരിക്കും BJP വളരുന്നുണ്ടോ? പാലായിൽ അവർ ഒബ്വിയസ്ലി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ഷോണങ്ങളിനെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് കണ്ടായിരുന്നു. അപ്പം ഐ തിങ്ക് ഹി സ്റ്റാർട്ടഡ് ഹിസ് ക്യാമ്പയിനിങ്. അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ ക്യാമ്പയിനിങ്ങിൽ ദേ വിൽ ബി ഷുവർ അവരങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളൊരു ക്യാമ്പയിനിങ്ങിന് പോകുമ്പോൾ നമ്മളിൽ തന്നെ ഉറപ്പുണ്ടായിരിക്കും. ഇപ്പോൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും ചെന്ന് കഴിയുമ്പം ഞങ്ങളിത് ജയിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മൾ ജയിക്കും എന്ന് പറഞ്ഞാലേ ആൾക്കാർ ഇവർ ജയിക്കുമായിരിക്കും എന്നുള്ളത്. അതാ ഒരു യു ഹാവ് ടു സെൽ ഇറ്റ് ദാറ്റ് യു വിൽ വിൻ. രാഷ്ട്രീയ തന്ത്രങ്ങളല്ലേ, ജനങ്ങൾക്കും അറിയാമല്ലോ. വിഷ് ഓൾ ഓഫ് ദം വെരി ബെസ്റ്റ്. അതെ, പാലായിൽ ചെയർപേഴ്സണായി വന്നതിന് ശേഷം ആദ്യം ചെയ്തത് എന്തായിരുന്നു? ആദ്യം ഒപ്പിട്ട പേപ്പർ എന്തായിരുന്നു?
ഐ തിങ്ക് മേ ബി സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്നാലും സുപ്രധാനമായി ആദ്യമായി ചെയ്തു തീർത്ത സുപ്രധാനമായിട്ട് ഒത്തിരിയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഒരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഒരു അപേക്ഷ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീടിൻ്റെ മെയിൻ്റനൻസിനായിട്ടുള്ള പേപ്പർ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് കാര്യം ചെയ്ത ഒരു സോറി വീട്ടിലേക്ക് ഒരു ദിവസത്തിൽ കുറച്ച് അധികം കാര്യങ്ങൾ നടക്കുന്നുള്ളതുകൊണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ പോയി കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് അടിയന്തരമായിട്ട് പോയി കാണുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഐ തിങ്ക് ദാറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. അതെ. അപ്പോൾ ഈ വരുന്ന വർഷങ്ങളിലെല്ലാം ചെയ്തു തീർക്കണമെന്ന ആഗ്രഹമുള്ള പാലായെ സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ടേം 2 വർഷത്തേക്കാണ്. അത് കഴിയുമ്പോൾ അടുത്ത ചെയർപേഴ്സൺ കാണും. പക്ഷേ ഒരു വലിയൊരു മാറ്റം പാലായ്ക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിന് പരിമിതികളുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയൊരു കാര്യം കൊണ്ടുവരാൻ ഐ തിങ്ക് ദി ബെറ്റർ ഓപ്ഷൻ ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് ബേസിക് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താ പറയുന്നത്, ആൾക്കാർക്ക് ഹെൽത്ത് കെയറിനാണെങ്കിലും ഒരു ഹൗസിങ്ങിനാണെങ്കിലും അവർക്ക് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം. വെള്ളത്തിനാണ് ഇപ്പോൾ ഞങ്ങൾ മുനിസിപ്പാലിറ്റി നേടുന്നൊരു വലിയ വിഷയം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ക്ഷമം. വേനൽ തുടങ്ങി, മഴ കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഗോണ ബി വെരി ഹാർഡ്. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം? ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്തിടാൻ പറ്റിയാൽ പിന്നീട് വരുന്നവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത് പോയാൽ മതി. യു ഡോണ്ട് ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ നന്നായിട്ട് ചെയ്തിടാനൊക്കെയാണ് ആഗ്രഹം. അതെ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അഡ്വൈസ് ചോദിക്കുന്ന ഗോ ടു പേഴ്സൺ രാഷ്ട്രീയത്തിൽ ആരാണ്? അഡ്വൈസ് ടു ഗോ ടു പേഴ്സൺ ഒബ്വിയസ്ലി എൻ്റെ ഫാദർ ആൻഡ് അങ്കിൾ ഉണ്ട്. ബട്ട് അത് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഞങ്ങൾ 26 കൗൺസിലേഴ്സിൽ 25 പേരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ നോളജബിൾ ആയിട്ടുള്ള, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതിൽ കുറേ പേര് ഒത്തിരി 10-15 വർഷത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൗൺസിലറായിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. സോ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി എന്ത് ചെയ്യണം എന്നറിയുന്നത് എനിക്ക് ഒബ്വിയസ്ലി ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ആൻഡ് ദേ ആർ ഓൾ വെരി സപ്പോർട്ടീവ് പീപ്പിൾ. UDF കൗൺസിലേഴ്സ് ആണെങ്കിൽ ഞങ്ങളൊരു വളരെ ഫാമിലി പോലെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സോ ഇറ്റ്സ് ബീൻ വെരി നൈസ് ആ ഒരു സപ്പോർട്ട് എല്ലാം യുനോ. അപ്പോൾ നമുക്ക് മുന്നിൽ കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി സാറുണ്ട്, KM മാണി സാറുണ്ട്, അങ്ങനെ ജനസമ്മതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരെ പോലെ ആകണം, ഇതുപോലെ എനിക്ക് പ്രവർത്തിക്കണമെന്ന് തോന്നുന്ന നേതാക്കൾ? എനിക്ക് ഏറ്റവും ഞാൻ ഒത്തിരി ലുക്കപ്പ് ടു ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. സാറിൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഹിസ് വിഷൻസ് ഹാസ് സംതിങ് ദാറ്റ് വാസ് ഓൾവേസ് ടു ഡൗട്ട് ടു മീ. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ കൂടുതൽ സൊസൈറ്റി റെസ്പെക്റ്റ് ചെയ്യും. ആ ഒരു ക്ലാരിറ്റി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിനും ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് അതെൻ്റെ ഒരു വലിയ റോൾ മോഡലാണ്. അപ്പോൾ ഒരുപാട് കളിയാക്കലുകൾ, വിമർശനങ്ങളൊക്കെ നേരിടാറുണ്ട്. അപ്പോൾ വിഷമം തോന്നാറുണ്ടോ? എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന്? ഞാൻ പൊളിറ്റിക്സിൽ വന്നപ്പോൾ ഐ ന്യൂ ഇതിൻ്റെ നല്ല സൈഡോ അല്ലെങ്കിൽ ബാഡ് സൈഡോ, അല്ലെങ്കിൽ ക്രിറ്റിസിസം ആയിട്ട്, അല്ലെങ്കിൽ ബേസ്ലെസ് ആയിട്ടുള്ള അക്യൂസേഷൻസ് ആയിട്ട് ഇത് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ കുഞ്ഞുനാൾ തൊട്ട് ഇത് കണ്ട് വളർന്നത് കൊണ്ട് ഐ നോ ഹൗ തിങ്സ് വർക്ക്. അതുകൊണ്ട് പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പം സങ്കടം തോന്നാറില്ല. പക്ഷേ ഓക്കെ, പിന്നെ നല്ലൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണെങ്കിൽ ഒബ്വിയസ്ലി അത് ലിസൺ ചെയ്യാറും അതിനകത്തുനിന്ന് ഒരു ഫീഡ്ബാക്ക് എടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അല്ലാത്ത കാര്യങ്ങളുണ്ട്. ബട്ട് അത് പൊളിറ്റിക്സ് അല്ലേ. പൊളിറ്റിക്സിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. ഓപ്പോസിഷനിൽ ഇരിക്കുന്നവരാട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരാട്ടെ, അവർക്ക് എല്ലാവർക്കും അവരായിട്ടുള്ള പേഴ്സണൽ വ്യൂസ് ഉണ്ട്. ദേ ഹാവ് ദ റൈറ്റ് ടു ഡു സോ. അതെ. അപ്പോൾ പാലായെന്ന് കേൾക്കുമ്പോൾ KM മാണി സാറിന്റെ പേരാണ് ഓർമ്മ വരിക. നമ്മളിങ്ങനെ വരുമ്പോൾ പലകം വെച്ചിട്ടുണ്ട് KM മാണി സാറിന്റെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാറുമായിട്ടുള്ള ബന്ധം, ഫാമിലി ആയിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അദ്ദേഹമായിട്ട് ഒത്തിരി വർഷത്തെ ബന്ധമാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് വളരെ ഒരു വലിയൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു 15-16 ഇയേഴ്സോളം ക്യാൻസർ ആയിട്ട് സിക്കായിരുന്നു. അപ്പോൾ KM മാണി സാറ് തെക്കേക്കര വന്നാൽ വീട്ടിൽ വരാതെ പോയില്ല. അപ്പം ആ ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾ എനിക്ക് എപ്പോഴും സംതിങ് ദാറ്റ് ഐ ട്രഷർ. അപ്പോൾ ഇവരെ തമ്മിൽ ഇങ്ങനെ വരുമ്പോൾ അന്നൊക്കെ ഞാൻ കൊച്ചാണ്, അതായത് ഹാപ്പി ആയിട്ട് ചിന്തിക്കുന്ന കുറച്ച് മൊമെന്റ്സ് ആണ്. അതെ. അപ്പോൾ ഈ ഫൺ മിസ് ചെയ്യുന്നുണ്ടോ? ബീങ് എ സീരിയസ് പേഴ്സൺ, അല്ലെങ്കിൽ ഒരു കുട്ടിത്തം മാറിയിട്ടില്ല, എനിക്ക് കുട്ടിയായിട്ട് ജീവിക്കണമായിരുന്നു എന്നൊന്നും തോന്നുന്നില്ല? എന്നോട് ഹാപ്പി ആണോ എന്ന് ചോദിച്ചില്ല. ഐ എം വെരി ഹാപ്പി ഇൻ ദിസ് ബിക്കോസ്
ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് പബ്ലിക് സർവീസ് പോലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 100% ടൈമും ഡെഡിക്കേഷനും 24/7 കാര്യം ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ? യെസ് എസ്പെഷ്യലി ഞാൻ പിന്നെ കൗൺസിലറായിട്ടാണല്ലോ ജയിച്ചത്. അത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിലോട്ട് വരുന്ന ആൾക്കാരാണ്. സോ അവർക്ക് എന്നെ വീട്ടിൽ എൻ്റെ വിളിപ്പേര് വിളിക്കുന്ന ബന്ധമാണ് അവർക്ക് എന്നോടുള്ളത്. സോ എൻ്റെ കൗൺസിലേഴ്സ് എൻ്റെ വാർഡിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പിന്നെ ഓരോ വാർഡിൻ്റെ പ്രതിനിധികളായിട്ടുള്ള കൗൺസിലേഴ്സും അവരും ഞാൻ പറയില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ദേ നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അറിയാം. പിന്നെ ഈ ഒരു കാര്യം ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നതുകൊണ്ട് ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ദിസ്. ഐ തിങ്ക് ഇതൊരു ഹെക്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിസറബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾക്ക് എന്ന് തോന്നി തുടങ്ങുന്നോ അന്ന് ഐ തിങ്ക് യു വിൽ ഫീൽ മിസറബിൾ. പിന്നെ ഇത് ചെയ്യാൻ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു പാഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ വരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒന്നുകൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വലിയൊരു കാര്യമാണ്. 21ാം വയസ്സിൽ നേടിയെടുക്കാൻ പറ്റുന്ന വലിയ നേട്ടങ്ങളിലാണ് ഇപ്പോഴുള്ളത്. ഇനിയും ഇത് മുന്നേറട്ടെ. ഒരു MLA ആയി ഒരു മിനിസ്റ്ററായി ഒക്കെ കാണാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.